ഞാൻ പറഞ്ഞു വന്നത്, അങ്ങനെ ഉസ്താദ് ഞങ്ങൾ ദർസിൽ ഒരുമിച്ച് പഠിച്ചു. പിന്നെ ഉസ്താദ് വേറെ വഴിക്ക്, ഞാൻ പൊട്ടച്ചിറ അൻവരിയ കോളേജിൽ പഠിക്കുകയാണ്. അൻവരിയ കോളേജിൽ പഠിക്കണ സമയത്താണ് മഹാനായ കണ്യാല മൗല വഫാത്താകണത്. മൗല വഫാത്തായ വിവരം ഇവിടെ തന്നെ നമ്മുടെ നാട്ടിൽ തന്നെ പ്രചരിച്ച് വ്യാപിച്ചിട്ടില്ല. മൊബൈൽ ഫോണൊക്കെ അന്ന് ഒറ്റപ്പെട്ട് അവിടെയും ഇവിടെയും വരുന്നുള്ളൂ. അന്ന് നമ്മൾ STD ബൂത്തിന്റെ കാലാണ്, എന്നാ പെട്ടിയൊക്കെ പോയും ചെയ്തു. അങ്ങനെ വ്യാപിക്കാത്ത ആ സമയത്ത് വന്യരായ ഷെയ്ഖുന ഹാഫിദ് ഉസ്താദ് അന്ന് ഉത്തരാഞ്ചൽ ഷാ മൻസൂർ കാട്ടിൽ അവിടുത്തെ പ്രത്യേകമായ ഹൽവത്തിൽ ഒറ്റയ്ക്ക് കഴിഞ്ഞുകൂടുന്ന സമയമാണ്. ആ സമയത്ത് ഉസ്താദ് അവിടുന്ന് എനിക്ക് കോളേജിലേക്ക് ഫോൺ വിളിക്കുകയാണ്. വിളിച്ചിട്ട് എന്നെ ബന്ധപ്പെട്ടു. പെരിന്തൽമണ്ണ അടുത്തൊരു മഹാനില്ലേനിയോ? ഞാൻ പറഞ്ഞങ്ങനെ കണ്യാല മൗല അവര് വഫാത്തായല്ലോ. നോക്കൂ നിങ്ങൾ, ഇവിടെ തന്നെ വാർത്ത പ്രചരിച്ചു വരുന്ന സമയമായിട്ടുള്ളൂ. ഞാനത് അറിഞ്ഞിട്ടില്ല. കോളേജിൽ ആ വാർത്ത പരക്കണേ ഉള്ളൂ, എത്തി തുടങ്ങിയിട്ടില്ല. അതിന്റെ മുമ്പ് ദൂരങ്ങളുള്ള ഉസ്താദ് ഹൽവത്തിലുള്ള സമയം അവരറിയുക, അതാണ് ലാ യാരിഫുൽ വലിയ ഇല്ലൽ വലിയു. ദൂരങ്ങളുള്ള ഉസ്താദ് ഹൽവത്തിലുള്ള സമയം അവരറിയുക, അതാണ് ലാ യാരിഫുൽ വലിയ ഇല്ലൽ വലിയു. നോക്കൂ നിങ്ങൾ, ഇത് കേൾക്കുമ്പോൾ ചില ആൾക്കാർ പറയാം അതൊക്കെ ഒരു ബുടലാണ്, സാരല്ല. ഇങ്ങനെയൊക്കെ മൈക്ക് കെട്ടി നമ്മളതൊക്കെ പറയാം, സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തിയാണ്. അങ്ങനെയുള്ള മഹാനുഭാവൻ, അങ്ങനെയുള്ള മഹത്തുക്കൾ, അവരാണ് ദീനിന്റെ സംരക്ഷകർ. അവർക്ക് ഓരോ സമയത്തും എന്ത് ചെയ്യണമെന്ന് അള്ളാഹു നിർദ്ദേശം നൽകും.